ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും AZB അക്കാഡമിയുടെ ഓണാശംസകൾ. അപ്പോൾ അവിട്ടം ദിനം ഒക്കെ എല്ലാവരും ആഘോഷമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവോണമൊക്കെ അടിച്ചു പൊളിച്ചോ? അപ്പോൾ എന്താണ് തിരുവോണവും അവിട്ടവും എല്ലാം നല്ല രീതിയിൽ ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കുക. ഒപ്പം നിങ്ങളുടെ പഠനവും എല്ലാം കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് പോകാം. എല്ലാവർക്കും AZB അക്കാഡമിയുടെ കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ സെപ്റ്റംബർ 6 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകൾ ഏതൊക്കെയാണ്? ചൈന പ്ലെഡ്ജസ് $2 billion ആൻഡ് AI സപ്പോർട്ട് അറ്റ് SCO സമ്മിറ്റ്. അപ്പൊ റീസെന്റ് ആയിട്ട് SCO സമ്മിറ്റ് നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ചൈനയിലെ ടിയാൻജിനിൽ നടന്നിട്ടുണ്ടായിരുന്നു. എവിടെയാണ്? ടിയാൻജിനിൽ SCO സമ്മിറ്റ്. എന്താണ് SCO സമ്മിറ്റ്? ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ആ ഒരു സമ്മിറ്റ് ചൈനയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സമ്മിറ്റിൽ ചൈന $2 billion ആൻഡ് AI സപ്പോർട്ടും എന്താണ് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതിൻ്റെ എന്താണ് മെമ്പർ സ്റ്റേറ്റ്സിന് വേണ്ടിയിട്ട്, മെമ്പർ നേഷൻസിന് വേണ്ടിയിട്ട് $2 billion ഗ്രാൻഡും ലോണും എല്ലാം അവരുടെ മെമ്പർ നേഷൻസിന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമ്മിറ്റിന്റെ കീ ഹൈലൈറ്റ് എന്താണ്? ടിയാൻജിൻ ഡിക്ലറേഷൻ ആണ്. AI ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ടിയാൻജിൻ ഡിക്ലറേഷൻ ആണ് ഈ ഒരു സമ്മിറ്റിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, അവിടെ വെച്ചാണ് ഈ ഒരു സമ്മിറ്റ് നടന്നത്. ടിയാൻജിൻ, ചൈനയിലെ ടിയാൻജിനിൽ വെച്ചിട്ടാണ് ഈ ഒരു സമ്മിറ്റ് നടന്നത്. അതിന്റെ മെയിൻ ഹൈലൈറ്റ് അല്ലെങ്കിൽ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡിക്ലറേഷൻ തന്നെയാണ്. AIക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത്, AI ഡെവലപ്മെന്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ഡിക്ലറേഷനാണ് ടിയാൻജിൻ ഡിക്ലറേഷൻ. അപ്പൊ അത് എവിടെയാണ് എടുത്തിട്ടുള്ളത്? SCO സമ്മിറ്റിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡിക്ലറേഷൻ അനൗൺസ് ചെയ്തത്. സോ ഓസ്കാർ പിയാസ്ട്രി വിൻസ് ഡ്രമാറ്റിക് 2025 ഡച്ച് ഗ്രാൻഡ് പ്രിക്സ്. അപ്പോൾ ഡച്ച് ഗ്രാൻഡ് പ്രിക്സ് ഇത്തവണ ആർക്കാണ് ലഭിച്ചത് അല്ലെങ്കിൽ ആർക്കാണ് നേടിയത്? ആരാണ് നേടിയത്? ഓസ്കാർ പിയാസ്ട്രി ആണ് ഡച്ച് ഗ്രാൻഡ് പ്രിക്സ് നേടിയത്. അപ്പൊ ഈ വർഷം നടന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രാൻഡ് പ്രിക്സുകൾ ഏതൊക്കെയാണ്, അതിൽ ആരൊക്കെയാണ് വിജയിച്ചത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് ആർക്കായിരുന്നു? ലാൻഡോ നോറിസ് ആണ് ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ്. ചൈനീസ് ആരാണ്? ഓസ്കാർ പിയാസ്ട്രി ആണ്. അപ്പൊ ഓസ്കാർ പിയാസ്ട്രി എത്ര ഗ്രാൻഡ് പ്രിക്സ് നേടി? ചൈനീസ് ഗ്രാൻഡ് പ്രിക്സ് ഉണ്ട്, ബഹ്റൈൻ, സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രിക്സ്, മിയാമി ഗ്രാൻഡ് പ്രിക്സ്, ദെൻ സ്പാനിഷ് ഗ്രാൻഡ് പ്രിക്സ്, ബെൽജിയം ഗ്രാൻഡ് പ്രിക്സ് ആൻഡ് ഫൈനലി ഡച്ച് ഗ്രാൻഡ് പ്രിക്സ്. അപ്പം ഇത്രയും ഗ്രാൻഡ് പ്രിക്സുകൾ ആരാണ് നേടിയത്? ഓസ്കർ ആണ് നേടിയത്. അപ്പൊ അത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബാക്കി ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് എടുത്തിട്ട് ഇതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. നമുക്കറിയില്ല ഏത് ഭാഗത്തുനിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് പറയാൻ പറ്റില്ല. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വർഷം നടന്ന കംപ്ലീറ്റ് ഗ്രാൻഡ് പ്രിക്സുകളുടെ ലിസ്റ്റ് ഉണ്ട്. ഓക്കെ ആണല്ലോ? So Indian Prime Minister Narendra Modi receives Daruma doll, iconic Japanese cultural symbol during Japan visit. അപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ, നമ്മുടെ PM ശ്രീ നരേന്ദ്രമോദി ജപ്പാൻ വിസിറ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഇന്ത്യ ജപ്പാൻ സമ്മിറ്റ് ഒക്കെ നടന്നായിരുന്നു ടോക്കിയോയിൽ വെച്ചിട്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ജപ്പാൻ വിസിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ജപ്പാൻ പ്രൈം മിനിസ്റ്ററിന് നമ്മുടെ PM നമ്മുടെ രാജ്യത്തിന്റെ വകയായിട്ട് എന്താണ് ബൗളും അതേപോലെ കാശ്മീരി ഷോളും ഒക്കെ ഗിഫ്റ്റ് ചെയ്തു. അപ്പം തിരിച്ച് റിട്ടേൺ ആയിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്ററിന് എന്താണ് കിട്ടിയത്? ഒരു ഡെറൂമ ഡോള് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഡെറൂമ ഡോൾ, വല്ല പരിചയമുണ്ടോ ഈ ഒരു പേര്? വല്ല പരിചയമുണ്ടോ? അപ്പൊ എന്താണ് ഈ ഒരു ഡെറൂമ ഡോള് ജപ്പാൻ ലക്കി ചാമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ സൂര്യയുടെ ഒരു മൂവി ഉണ്ട്, 7ാം അറിവ്, എല്ലാവർക്കും ഓർമ്മ കാണുമല്ലോ. അപ്പൊ അതിനകത്ത് എന്താണ് ഒരു ബോധിധർമ്മനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ചൈനക്കാർ നൽകിയ ഒരു പേരാണ് ഈ ഒരു ഡെറൂമ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഡെറൂമ ദൈസി എന്നാണ് ആ ഒരു ബോധിധർമ്മന് ചൈനക്കാർ നൽകിയ പേര്, ഡെറൂമ ദൈസി. അദ്ദേഹത്തിന് ജപ്പാനിൽ അറിയപ്പെടുന്ന ഇങ്ങനെയാണ്, ഡെറൂമ ദൈസി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു എന്താണ് ഒരു ഈ സെൻ ബുദ്ധിസം ഫോം ചെയ്ത അദ്ദേഹത്തിന്റെ ഒരു രൂപമാണ് ഈ ഒരു ഡെറൂമ ഡോളിനുള്ളത്. അവിടെയാണ് ഈ ഒരു ഡോൾ ഉത്ഭവിച്ചതെന്നാണ് പറയുന്നത്. സോ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കാഞ്ചീപുരത്ത് നിന്ന് പോയ ബോധിധർമ്മൻ എന്ന സന്യാസിയാണ് ജപ്പാനിലെ ഡെറൂമ ദേശി എന്നറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മുഖഛായൊക്കെ ഉള്ള ഒരു ഡോളാണ് ഈ ഒരു ഡെറൂമ ഡോൾ. അവരുടെ ലക്കി ചാമ്പായിട്ട് അവര് അംഗീകരിക്കുന്ന ഒരു ഡോളാണ്. അപ്പൊ അത് നമ്മുടെ പ്രൈം മിനിസ്റ്ററിന് ജപ്പാൻ എന്താണ് വിസിറ്റിൽ അദ്ദേഹത്തിന് ഗിഫ്റ്റായിട്ട് ലഭിച്ചു.
സോ പ്രൈം മിനിസ്റ്റർ ഇനോഗ്രേറ്റ് സെമികോൺ ഇന്ത്യ 2025. അപ്പോൾ സെമികോൺ ഇന്ത്യ 2025 ആരാണ് ഇനോഗ്രേറ്റ് ചെയ്തത്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി സെമികോൺ ഇന്ത്യ 2025 ന്യൂഡൽഹിയിൽ ഇനോഗ്രേറ്റ് ചെയ്തു. എവിടെ? ന്യൂഡൽഹിയിലെ യശോഭൂമി ന്യൂഡൽഹിയിലാണ് ഈ ഒരു ഇവന്റ് നടന്നത്. അപ്പൊ സെമികോൺ ഇന്ത്യ പ്രോഗ്രാം ഇന്ത്യ ലോഞ്ച് ചെയ്തത് എന്നാണ് 2021 ഇന്ത്യ സെമികോൺ ഇന്ത്യ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. അപ്പൊ അന്ന് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ ഭാഗങ്ങളായിട്ടുള്ള ഇവന്റുകളൊക്കെ നടന്നു വരുന്നു. 2023 ഫസ്റ്റ് സെമി കണ്ടക്ടർ പ്ലാന്റ് അപ്രൂവ് ചെയ്തായിരുന്നു. So Indian Army conduct combat readiness exercise in Arunachal Pradesh, exercise Youth Kaushal. അപ്പോൾ ഈ എക്സസൈസ് യൂത്ത് കൗശൽ എന്താണ്? ഒരു കോമ്പാറ്റ് റെഡിനെസ് എക്സസൈസ് ആണ്. എവിടെയാണ് അത് കണ്ടക്ട് ചെയ്തത്? അരുണാചൽ പ്രദേശിൽ അത് കണ്ടക്ട് ചെയ്തു. The Indian Army conduct exercise Youth Kaushal 3.0 in the Kameng region, Arunachal Pradesh to test preparedness for next generation warfare in high altitude conditions. അപ്പോൾ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഹിമാലയൻ കണ്ടീഷൻസിലൊക്കെ വാർ പ്രിപ്പറേഷൻ ഒക്കെ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എക്സസൈസ് യൂത്ത് കൗശൽ. അത് എവിടാണ് ഇന്ത്യൻ ആർമി കണ്ടക്ട് ചെയ്തത്? അരുണാചൽ പ്രദേശിൽ കണ്ടക്ട് ചെയ്തു. Indian Railways and State Bank of India sign MOU for enhanced insurance coverage for railway employees. അപ്പോൾ റെയിൽവേ എംപ്ലോയീസിന് ഇൻഷുറൻസ് കവറേജ് നൽകുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ റെയിൽവേ ഏത് ബാങ്കുമായിട്ട് MOU സൈൻ ചെയ്തു? നമ്മുടെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്ക് ആയിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ഇന്ത്യൻ റെയിൽവേ MOU സൈൻ ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? റെയിൽവേ എംപ്ലോയീസിന്റെ ഇൻഷുറൻസ് കവറേജ് എൻഹാൻസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്. In case of accidental death, the insurance benefit has been raised to 1 crore compared to current 1.2, 60,000 and 30,000 for Group A, Group B and Group C employees. നോക്കിക്കേ, ആ ഒരു എമൗണ്ടിന്റെ മാറ്റം 60,000, 30,000 അല്ലെങ്കിൽ 1.2 ലക്ഷത്തിന്റെ ഒക്കെ ഭാഗം അല്ലെങ്കിൽ അത് മാറ്റിയിട്ട് 1 കോടി രൂപ വരെ ഇൻഷുറൻസ് കവറേജ് അല്ലേ? ഏതൊക്കെയാണ്? ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി എംപ്ലോയീസ്. അപ്പൊ ഗ്രൂപ്പ് എ എന്നൊക്കെ പറഞ്ഞാൽ UPSC ലെവൽ എക്സാം നടത്തി കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഗ്രൂപ്പ് സി ആണ് നമ്മൾ ഈ TTR, ലോക്കോ പൈലറ്റ്. അപ്പൊ അവരൊക്കെ വരുന്ന ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേഷൻ മാസ്റ്റർ, അവർക്ക് ഗ്രൂപ്പ് സി കാറ്റഗറിയിൽ വരും. അപ്പൊ എങ്ങനെയെങ്കിലും ഒരു സ്റ്റേഷൻ മാസ്റ്റർ TTR ഒക്കെ ആയി തട്ടിപ്പോയാൽ ഫാമിലിക്ക് 1 കോടി രൂപയോളം കിട്ടും അല്ലേ? തട്ടിയൊന്നും പോകണ്ട. അപ്പൊ ജോലിയൊക്കെ പെട്ടെന്ന് കിട്ടട്ടെ. സോ അണ്ടർ ദി സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ റെയിൽവേ ഇൻഷുറൻസ് എൻഹാൻസ് ചെയ്യാൻ, റെയിൽവേ എംപ്ലോയീസിന്റെ ഇൻഷുറൻസ് എൻഹാൻസ് ചെയ്യാൻ ഏത് ബാങ്കുമായിട്ടാണ് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടു. International Cricket Council announces record prize money for 2025 ICC Women's Cricket World Cup. അപ്പോൾ ICC Women's Cricket World Cupന് റെക്കോർഡ് പ്രൈസ് മണി അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. എല്ലാം ഒരു കാശിന്റെ കളിയാണല്ലേ, റെക്കോർഡ് മണിയുടെ കളിയാണ്. സോ വിൽ റിസീവ് റെക്കോർഡ് $4.48 മില്യൺ, ഏകദേശം 39.55 കോടിയാണ് ഈ വർഷത്തെ ICC വിമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജേതാക്കൾക്ക് ലഭിക്കാൻ പോകുന്നത്. ക്രിക്കറ്റ് എങ്കിലും പോയി പഠിച്ചാൽ മതിയായിരുന്നു അല്ലേ ആവുന്ന കാലത്ത്. The tournament will begin on September 30, 2025 and will be co-hosted by India and Sri Lanka. അപ്പോൾ സെപ്റ്റംബർ 30 സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ശ്രീലങ്കയും ഇന്ത്യയും കൂടിയാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ലാർജസ്റ്റ് എവർ ഫിനാൻഷ്യൽ റിവാർഡാണ്. വിമൻസ് ക്രിക്കറ്റ് ഹിസ്റ്ററിയിൽ ഇത്രയും വലിയൊരു എമൗണ്ട് ഫസ്റ്റ് ടൈമാണ്. അതായത് 39.55 കോടിയാണ് ഒരു പ്രൈസ് മണി ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മുൻപ് നടന്ന എഡിഷൻ, അതായത് 2022 നടന്ന വേൾഡ് കപ്പ്, ന്യൂസിലൻഡിൽ വെച്ച് നടന്ന വേൾഡ് കപ്പിൽ പ്രൈസ് മണി എന്ന് പറയുന്നത് 11.65 crore ആയിരുന്നു. നോക്കിക്കേ, എത്ര ഇരട്ടി, 3 ഇരട്ടിയോളം പ്രൈസ് മണി, ഏതാണ്ട് 3 അല്ല 4 ഇരട്ടി അടുപ്പിച്ച് ഉണ്ട്. 4 ഇരട്ടി അടുപ്പിച്ചോ എമൗണ്ട് ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ SSC MTS 2025 എന്തായി? പ്രിപ്പറേഷനൊക്കെ പഠിക്കുന്നുണ്ടോ? നന്നായിട്ട് പഠിക്കുക. സോ എക്സാം എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം മൈൻഡിൽ വെച്ച് തന്നെ പഠിക്കുക. ഇനിയും പഠിക്കാൻ അധികം നല്ല രീതിയിൽ സമയമുണ്ട്. അറൗണ്ട് 50 days നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ മുൻപിലുണ്ട്. കാരണം CGLന്റെ ഡേറ്റ് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. സോ CGL കഴിഞ്ഞ് CHSL കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളുടെ SSC MTS 2025 അനൗൺസ് ചെയ്യുള്ളൂ. ആ എക്സാം വരുള്ളൂ. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു ഒക്ടോബർ എൻഡോടുകൂടി, ഒരു ഒക്ടോബർ 20 ശേഷമേ നിങ്ങളുടെ എക്സാം കാണുള്ളൂ. സോ
ഇനിയും നല്ല രീതിയിൽ ടൈം ഉണ്ട്. പഠിച്ചവർക്ക് എല്ലാം ഒന്ന് പൊടി തട്ടി നല്ല രീതിയിൽ ബ്രഷപ്പ് ചെയ്ത് സ്മൂത്ത് ആക്കി നല്ല തിളക്കി എടുക്കാനായിട്ട് സമയം, നല്ല തിളങ്ങാനായിട്ടുള്ള സമയമുണ്ട്. അപ്പോൾ പഠിച്ചവർ ആ രീതിയിൽ ഫോക്കസ് ചെയ്യുക. ഇനി പ്രിപ്പറേഷൻ നല്ല രീതിയിലായിട്ടില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എങ്കിൽ അവർക്ക് നന്നായിട്ട് സമയമുണ്ട്. ഇനി ഉളപ്പാതെ ഇനി എല്ലാ മടികളൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി കറക്റ്റ് ഒരു പാത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ക്ലിയർ ചെയ്യാം. അറിയാലോ കാരണം എന്താണെന്ന്. 10ാം ക്ലാസ് യോഗ്യതയേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യനേ വരുള്ളൂ. മാത്സും റീസണിങ്ങും ക്വാളിഫയിങ് നേച്ചറാണ്. നന്നായിട്ടൊന്നും മാത്സ് പഠിക്കേണ്ട, CJ ലെവലിൽ ഒന്നും മാത്സ് പഠിക്കണം, ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. GKയും ഇംഗ്ലീഷും കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർക്ക്, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സെൻട്രൽ ഗവൺമെന്റിൽ ജോലി കിട്ടാൻ പറ്റിയ ഒരു ചാൻസ് ആണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് തയ്യാറെടുക്കുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഇനി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി, മലയാളത്തിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടി നമ്മുടെ AZB അക്കാഡമി SSC MTS 2025 കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും സമയമുണ്ട്, ഇനിയും 50 ഡേയ്സോളം ഉണ്ട് നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും കോഴ്സ് പർച്ചേസ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കാനുള്ള ടൈം ഉണ്ട്. സോ കോഴ്സിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതോടൊപ്പമുള്ള ഗൂഗിൾ ഷീറ്റ് ഫിൽ ചെയ്ത് നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തോളുക. നമുക്ക് നമ്മുടെ കറണ്ട് അഫെയർ സെഷനിലേക്ക് പോകാം. അപ്പോൾ അടുത്ത പോയിന്റ് എന്താണ്? NEGD ഇൻ്റഗ്രേറ്റ് 2000 ഗവൺമെന്റ് സർവീസസ് മൈൽ സ്റ്റോൺ നേഷൻ വൈഡ്. അപ്പോൾ NEGD നാഷണൽ ഗവേണൻസ് ഡിവിഷൻ അണ്ടർ ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് ഈ ഒരു നാഷണൽ ഗവേണൻസ് ഡിവിഷൻ വരുന്നത്? മെയ്റ്റിയുടെ അണ്ടറിലാണ്, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. അതായത് യൂണിയൻ മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവിന്റെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അണ്ടറിലാണ് നാഷണൽ ഗവേണൻസ് ഡിവിഷൻ വരുന്നത്. അപ്പോൾ അവരവരുടെ മേജർ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തിട്ടുണ്ട് ബൈ ഇന്റഗ്രേറ്റിംഗ് നിയർലി 2000 ഗവൺമെന്റ് സർവീസസ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റിലും യൂണിയൻ ടെറിട്ടറീസിലുമായിട്ട് ഗവൺമെന്റ് സർവീസസ് ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് NEGD നാഷണൽ ഗവേണൻസ് ഡിവിഷൻ അവിടെ ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ടോപ്പ് നിൽക്കുന്നത് ഏത് സ്റ്റേറ്റ് ആണ്? മഹാരാഷ്ട്രയാണ് വിത്ത് 254 സർവീസസ്, ഫോളോഡ് ബൈ ഡൽഹി, കർണാടക, ആസാം ആൻഡ് UP. അപ്പോൾ എന്താണ് സംഭവം? എന്താണ്? enable citizens to access services like certificate, welfare scheme, utility payment. അപ്പോൾ ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റും യൂട്ടിലിറ്റി പേയ്മെന്റുകളും ഒക്കെ ട്രാൻസ്പെറൻസിയിലോട്ടും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എല്ലാം നല്ല ട്രാൻസ്പെറന്റ് ആയിട്ട് നടത്താൻ വേണ്ടിയുള്ള നമ്മുടെ ഒരു ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ ഈ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് അറൗണ്ട് 2000 ഗവൺമെന്റ് സർവീസസ് NEGD എന്താണ് അത് അത്രത്തോളം സർവീസസ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? India Japan signed pact on critical mineral cooperation. അപ്പോൾ ക്രിട്ടിക്കൽ മിനറൽ കോപ്പറേഷന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഏത് രാജ്യവുമായിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ട്? ഇന്ത്യ ജപ്പാനുമായിട്ട് എന്താണ് മെമ്മറാണ്ടം ഓഫ് കോപ്പറേഷൻ MOC സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രിട്ടിക്കൽ മിനറൽ കൊളാബറേഷൻ സെക്ഷനിൽ, ക്രിട്ടിക്കൽ മിനറൽ കോപ്പറേഷൻ സെക്ടറിൽ ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് എന്താണ് മെമ്മറാണ്ടം ഓഫ് കോപ്പറേഷൻ MOC സൈൻ ചെയ്തിട്ടുള്ളത്? ഇന്ത്യ ജപ്പാനുമായിട്ട് MOC സൈൻ ചെയ്തു. India set to become third largest economy in the world. അപ്പോൾ ലോകത്തിലെ തന്നെ 3ാമത് വലിയ ഇക്കോണമി ആയിട്ട് മാറാൻ പോവുകയാണ് നമ്മുടെ സ്വന്തം ഭാരതം. ഇന്ത്യ സെറ്റ് ടു ബിക്കം ദി തേർഡ് ലാർജസ്റ്റ് ഇക്കോണമി ഇൻ ദി വേൾഡ്. അപ്പോൾ ഇതാരാണ് ഈ ഒരു അനൗൺസ്മെന്റ് നടത്തിയത്? നമ്മുടെ RBI ഗവർണർ ആയിട്ടുള്ള സഞ്ജയ് മൽഹോത്രയാണ് ഈ ഒരു അനൗൺസ്മെന്റ് നടത്തിയത്. ദാറ്റ് ഇന്ത്യ ഈസ് സെറ്റ് ടു ബിക്കം വേൾഡ്സ് തേർഡ് ലാർജസ്റ്റ് ഇക്കോണമി സൂൺ, ക്രെഡിറ്റിംഗ് പ്രധാനമന്ത്രി ജൻധൻ യോജന ഫോർ ഇറ്റ്സ് റോൾ ഇൻ fostering financial inclusion by opening 55 crore bank account. അപ്പോൾ ഈ ഒരു അനൗൺസ്മെന്റ് പുറത്തിറക്കിയത് നമ്മുടെ RBI ഗവർണർ ആയിട്ടുള്ള സഞ്ജയ് മൽഹോത്രയാണ് ഈ ഒരു അനൗൺസ്മെന്റ് പുറത്തിറക്കിയത്. അപ്പോൾ അദ്ദേഹം അതിൽ സൈറ്റ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് നൽകുന്നത് പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്കാണ്. കാരണം അറൗണ്ട് 55 കോടി അക്കൗണ്ട് ആണ് ഇതിന്റെ ഭാഗമായിട്ട്, ബാങ്ക് അക്കൗണ്ടുകൾ ഇതിന്റെ ഭാഗമായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. So India school teachers cross 1 crore. അപ്പോൾ ഇന്ത്യയിലെ സ്കൂൾ ടീച്ചേഴ്സ് 1 കോടി കവിഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്തത് UDISC ആണ് ഈ ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 6.7 ഇൻക്രീസ് ആണ് ഈ ഒരു ടീച്ചിങ് സെക്ടറിൽ വന്നിട്ടുള്ളത്. പക്ഷെ അത് സ്റ്റിൽ നമ്മുടെ NEP പോളിസിയുടെ ഒരുപാട് ബിലോയാണ്. NEP അറിയാമല്ലോ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒരു സ്റ്റുഡൻറ് ടീച്ചർ റേഷ്യോ പറയുന്നുണ്ട്. അതിലും ഒരുപാട് താഴെയാണ്. സ്റ്റിൽ ഇൻക്രീസ് ഉണ്ടെങ്കിൽ പോലും അതിലും ഒരുപാട് താഴെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ ആപ്പ് ലോഞ്ച് ടു എംപവർ കോട്ടൺ ഫാമേഴ്സിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള പുതിയ ആപ്പ് ഏതാണ്? ഖബസ് കിസാൻ ആപ്പാണ് കോട്ടൺ ഫാർമേഴ്സിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള പുതിയ ആപ്പ്. അപ്പൊ ഈ ഒരു ആപ്പ് ലോഞ്ച് ചെയ്തത് ആരാണ്? യൂണിയൻ മിനിസ്റ്റർ ഗിരിരാജ് സിംഗ് ആണ്. ഈ ഒരു ആപ്പ് ലോഞ്ച് ചെയ്തത് ആരാണ്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ടെക്സ്റ്റൈൽസ്. യൂണിയൻ ടെക്സ്റ്റൈൽ മിനിസ്റ്റർ ആണ് ആര്? ഗിരിരാജ് സിംഗ്. അപ്പൊ ടെക്സ്റ്റൈൽ മിനിസ്റ്റർ ഗിരിരാജ് സിംഗ് എന്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്? ഖബസ് കിസാൻ ആപ്പ്. കോട്ടൺ ഫാർമേഴ്സിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഖബസ് കിസാൻ ആപ്പ്. ലോഞ്ച് ചെയ്ത ആരാണ്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ടെക്സ്റ്റൈൽ ഗിരീഷ് സിംഗ് ലോഞ്ച് ചെയ്തു. ഫാമേഴ്സ് ക്യാൻ ക്രിയേറ്റ് അക്കൗണ്ട് യൂസിങ് ദ മൊബൈൽ ഫോൺ ആൻഡ് ആധാർ ലിങ്ക്ഡ് ഡീറ്റെയിൽസ്. അപ്പോൾ ഫാമേഴ്സിന് അവരുടെ മൊബൈൽ ഫോണും ആധാർ ഡീറ്റെയിൽസ് ഒക്കെ ഉപയോഗിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതുവഴി പേപ്പർ വർക്കും ടൈം എഫർട്ട് ഒക്കെ ലാഭിക്കാനായിട്ട് പറ്റും. വിക്രം 3201 ഇന്ത്യസ് ഫസ്റ്റ് മെയ്ഡ് ഇൻ ഭാരത് 32-bit മൈക്രോ പ്രോസസർ. അപ്പൊ ഇന്ത്യയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യയിൽ നിർമ്മിച്ച 32-bit മൈക്രോ പ്രോസസർ ഏതാണ്? വിക്രം 3201. അപ്പൊ ഇത് നമ്മുടെ എന്താണ് മൈറ്റി മിനിസ്റ്റർ ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് സെമികോൺ ഇന്ത്യ കോൺഫറൻസ് 2025 സെമികോൺ ഇന്ത്യ കോൺഫറൻസ് ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. നമ്മുടെ പ്രധാനമന്ത്രിയാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത്. ആ ഒരു ഇവന്റിൽ വിക്രം 3201 മൈക്രോ പ്രോസസർ നമ്മുടെ അശ്വിനി വൈഷ്ണവ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി അശ്വിനി വൈഷ്ണവ് പ്രധാനമന്ത്രിക്ക് നൽകി. അപ്പൊ ആ ഒരു പിക്ചറാണ് കൊടുത്തത്. കണ്ട ആ ഒരു മൈക്രോ പ്രോസസർ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. സോ ഡിസൈൻ ചെയ്ത ആരാണ്? ബൈ ഇസ്രോസ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ VSSC ആരുമായിട്ട് ചേർന്നിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തത്? സെമി കണ്ടക്ടർ ലബോറട്ടറി മൊഹാലിയിലെ സെമി കണ്ടക്ടർ ലബോറട്ടറി പ്ലസ് VSSCയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു മൈക്രോ പ്രോസസർ ഡിസൈൻ ചെയ്തത്. ഓക്കെ ആണല്ലോ? സെറ്റാണല്ലോ? അപ്പൊ നമ്മുടെ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സുകൾ എല്ലാം വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ ക്വിക്ക് ആയിട്ടുള്ളൊരു വൺ ലൈനേഴ്സിലോട്ട് പോകാം. ചൈന പ്ലഡ്ജസ് $2 billion ആൻഡ് AI സപ്പോർട്ട് അറ്റ് SCO സമ്മിറ്റ്. അപ്പോൾ ചൈനയിലെ ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ സമ്മിറ്റിൽ വെച്ചിട്ട് ചൈന $2 billion സപ്പോർട്ടും അതേപോലെ AI സപ്പോർട്ടും എല്ലാം അവരുടെ മെമ്പർ സ്റ്റേറ്റിന് SCO മെമ്പർ സ്റ്റേറ്റിന് പ്രൊവൈഡ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ ഡച്ച് ഗ്രാൻഡ് പ്രിക്സ് ആർക്കാണ് ലഭിച്ചത്? ഓസ്കർ PS3 ഡച്ച് ഗ്രാൻഡ് പ്രിക്സ് ലഭിച്ചു. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി റിസീവ്സ് ദറുമ ഡോൾ. അപ്പോൾ ഈ ചൈനീസ് ഒരു ഐക്കോണിക് സിംബലാണ്, ചൈനീസ് കൾച്ചറൽ സിംബലായ ഡറുമ ഡോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റർ ഇനോഗ്രേറ്റ് സെമികോൺ ഇന്ത്യ കോൺക്ലേവ്. അപ്പോൾ സെമികോൺ ഇന്ത്യ കോൺഫറൻസ് 2025 എവിടാണ് നടന്നത്? ന്യൂഡൽഹിയിലാണ് നടന്നത്. ആരാണ് ഇനോഗ്രേറ്റ് ചെയ്തത്? നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇനോഗ്രേറ്റ് ചെയ്തു. Indian Army conduct combat readiness exercise in Arunachal Pradesh. Exercise Youth Kaushal. അപ്പോൾ കോമ്പാറ്റ് റെഡിനെസ് എക്സസൈസ് എന്താണ്? അരുണാചൽ പ്രദേശിൽ നടന്ന ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഹൈ ഹിമാലയൻ ബോർഡറിലൊക്കെ എന്തെങ്കിലും യുദ്ധസന്നാഹങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നടന്ന എക്സ്പെരിമെന്റൽ എക്സസൈസ്, മിലിറ്ററി എക്സസൈസ് ആണ് യുദ്ധ കൗശൽ. അപ്പൊ എവിടെയാണ് അത് നടന്നത്? അരുണാചൽ പ്രദേശിലെ ഇന്ത്യൻ ആർമി യുദ്ധ കൗശൽ 3.0 കണ്ടക്ട് ചെയ്തു. Indian Railways and State Bank of India sign MOU for enhanced insurance coverage for railway employees. അപ്പോൾ റെയിൽവേ എംപ്ലോയീസിന്റെ എസ്പെഷ്യലി ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C എംപ്ലോയീസിന്റെ ഇൻഷുറൻസ് കവറേജ് ഹൈക്ക് ചെയ്തുകൊണ്ട് ഇന്ത്യൻ റെയിൽവേ ആരുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട്? നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ടൈപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട്. International Cricket Council announces record prize money for 2025 ICC Women's Cricket World Cup. അപ്പോൾ 2025 ICC Women's Cricket World Cupൽ റെക്കോർഡ് പ്രൈസ് മണി നമ്മുടെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 39.65 കോടിയാണ് ഈ ഒരു പ്രൈസ് മണിയായിട്ട് അനൗൺസ് ചെയ്തത്. So NAGD integrate 2000 e-government services milestone nationwide. അപ്പോൾ NAGD എന്താണ് 2000-ഓളം e-government സർവീസസ് ഇന്റഗ്രേറ്റ് ചെയ്തു. സോ ക്രിട്ടിക്കൽ മിനറൽ കോർപ്പറേഷൻ ഇന്ത്യ ഏത് രാജ്യവുമായിട്ട് ഇംപാക്ട് ചെയ്തു? ഏത് രാജ്യവുമായിട്ടാണ് മെമ്മറാണ്ടം ഓഫ് കോഓപ്പറേഷൻ സൈൻ ചെയ്തത്? ഇന്ത്യയും ജപ്പാനുമായിട്ട് MOC സൈൻ ചെയ്തു.
സോ ഇന്ത്യ തേർഡ് ലാർജസ്റ്റ് ഇക്കോണമി ആയിട്ട് വരാൻ പോകുന്ന ഈ ഒരു എന്താണ് അനൗൺസ്മെന്റ് നടത്തിയത് ആരാണ്? നമ്മുടെ RBI ഗവർണർ ആയിട്ടുള്ള സഞ്ജയ് മൽഹോത്രയാണ് ഇന്ത്യ തേർഡ് ലാർജസ്റ്റ് ഇക്കോണമി ആയിട്ട് സെറ്റ് ആയിട്ട് വരാൻ പോകുന്നതിന്റെ അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട്. സോ ഇന്ത്യ സ്കൂൾ ടീച്ചർ ക്രോസ് 1 crore ഈ ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്തിട്ടുള്ളത് UDISC ആണ് ഈ ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്തത്. കബസ് കിസാൻ ആപ്പ് എന്താണ്? കോട്ടൺ ഫാർമേഴ്സിനെ എംപവർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ് കബസ് കിസാൻ ആപ്പ്. ആർക്ക് വേണ്ടിയിട്ടാണ്? കോട്ടൺ ഫാർമേഴ്സിന് വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ്. ഇന്ത്യസ് ഫസ്റ്റ് മെയ്ഡ് ഇൻ ഭാരത് 32-bit മൈക്രോ പ്രോസസർ ഏതാണ്? കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ ഉണ്ടാക്കിയ 32-bit മൈക്രോ പ്രോസസർ വിക്രം 3201 ആൻഡ് ഇത് ഡിസൈൻ ചെയ്തത് നമ്മുടെ ഇസ്രോയുടെ VSSC വിക്രം സാരാഭായ് സ്പേസ് സെന്റർ പ്ലസ് സെമികോൺ എന്താണ് സെമി കണ്ടക്ടർ ലബോറട്ടറി SCL കൂടിയാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ഈ ഒരു മൈക്രോ പ്രോസസർ ഡിസൈൻ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സുകളെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓണമൊക്കെ നന്നായിട്ട് അടിച്ചു പൊളിക്കുക, പ്ലസ് കുറച്ച് സമയം പഠിക്കാനും കൂടെ ചിലവഴിക്കുക. അപ്പോൾ നന്നായിട്ട് നിങ്ങളുടെ ഓണമൊക്കെ നല്ല അടിപൊളിയാവട്ടെ. എല്ലാവർക്കും വീണ്ടും ഒത്തിരി വലിയൊരു ഓണാശംസകൾ നേരുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്